ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ കാറ്ററിങ്ങിലൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചട്ടിപ്പത്തിരി. ഈ നമ്മൾ ഉന്നക്കായ ആയാലും സമൂസ ആയാലും ചിക്കൻ റോൾ ആയാലും ഒന്നും കൂടുതൽ ഉണ്ടാക്കിയാൽ തന്നെയുള്ളൂ പ്രോഫിറ്റ് ഉണ്ടാകുക. അത്ര അധ്വാനമാണ് ഇതിൽ. അധ്വാനം കുറവാണ്, പ്രോഫിറ്റും ഉണ്ടാവും. കോഴിമുട്ടൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ചട്ടിപ്പത്തിരിൻ്റെ റേറ്റിലും വ്യത്യാസം വരും. പിന്നെ വീട്ടിൽ നിന്നിട്ട് ഒരു എന്താ പറയുക, സ്വയം തൊഴിൽ എന്ന് പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ എന്താണ് സമൂസ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും. കോഴിക്കോടുകാർക്കാണ് ഇത് ഏറ്റവും പ്രധാനം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ 350 ഗ്രാം മൈദ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പായി പോണ്ട. പിന്നെ ഇളം വെച്ചാൽ നമ്മൾ കൈ തൊട്ടാൽ ഉള്ള ഒരു അറിയുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളവും ചൂട് അധികമായാലൊക്കെ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നല്ല വെന്തു പോകും കേട്ടോ. പിന്നെ ഇതാ കോഴിമുട്ടൻ്റെ ഒരു പണ്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ 6 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു നേരത്തെ ഇട്ടമായി തന്നെ ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഏലക്കായ ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഈ ഒരു പഞ്ചസാര ഈ കോഴിമുട്ടയിൽ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ അതാ ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പാകത്തിനുള്ള ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 40 രൂപൻ്റെ അണ്ടിപ്പരിപ്പും പിന്നെ 30 രൂപൻ്റെ ഇതാണ് മുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ ആ കോഴിമുട്ട മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അതൊന്ന് ചിക്കിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ. അപ്പോഴേക്കും നമ്മളിതാ ഈ ഒരു പൊടി കുഴച്ച് മൂടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ മൂടി വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാലും ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് വെച്ച ആ ഒരു മൈദ കുഴച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് 8 ഉരുളകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നും ഓരോ ഉരുളകളും ഇതേപോലെ ഒരു പൂരീൻ്റെ വലുപ്പത്തിൽ ഒരേ ലെവലിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇതൊക്കെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചട്ടിപ്പത്തിരി ഈസി ആക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഓരോ പൂരി വെച്ചിട്ട് ആ പൂരിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേക്കുക, ഓയിലോ നെയ്യോ തേക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം പൊടി ഇടണം കേട്ടോ. നുള്ളിങ്ങനെ വിതറിയാൽ പോലെ കുറച്ച്, ഒരുപാടല്ല എന്നാലും ഒരു അത്യാവശ്യത ഇത്രയും പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ പൂരി വെക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഓയിൽ സ്പ്രെഡ് ചെയ്യുക, മൈദപ്പൊടി ഇടുക. അങ്ങനെ അട്ടിക്ക് നമ്മൾ എത്രയാണോ വേണ്ടത് അത്ര 10 വരെയൊക്കെ പരത്തിയെടുക്കുക. അത് എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ തുടക്കക്കാരൊരു 4 വെച്ചാൽ മതി. ഞാനിപ്പോഴും ഒരു 6 വെച്ചിട്ട് പരത്തും, അത്രേ ഉള്ളൂ. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ 10 12 ഒറ്റ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചപ്പാത്തി പരത്തിയെടുക്കേണ്ടത് നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു പാൻ ഉണ്ടല്ലോ, ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പുറമേക്കാവുകയും ചെയ്യരുത്, ചെറുതാവുകയും ചെയ്യരുത്. 4 വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു തോലുണ്ടാക്കിയത്. തോലെന്നാണ് കേട്ടോ പറയുക. പിന്നെ അടുത്ത 4 വെച്ചിട്ടാണ് അടുത്തതും ഉണ്ടാക്കിയത്. അത് ഈ ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇതും നല്ലോണം വെന്ത് പോവരുത്, ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ അട്ടിക്ക് വെക്കുമ്പോൾ അതിൽ നിന്നും ഓരോ ലെയർ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. എടുത്തിട്ട് ഓരോന്നും അത് തിരിച്ചും മറിച്ചിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ആ പാനിൽ. അങ്ങനെയാണ് വാട്ടിയെടുക്കേണ്ടത്. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വെന്ത് പോവുകയും ചെയ്യരുത്. ഒരുപാട് വെന്താൽ നമ്മുടെ ചട്ടിപ്പത്തിരി ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഹാർഡാവുന്നതിനൊക്കെ ഉള്ള ഒരു പ്രധാന കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ നല്ലോണം വെന്ത് പോവുക, പിന്നെ പൊടി നല്ലോണം കുഴയാതിരിക്കുക. പച്ചവെള്ളത്തിലാണെങ്കിലും ഇത്തിരി ഒരു ലൂസ് പോലെ ഒന്ന് കുഴക്കണം. ലൂസ് ഒരുപാടല്ല കേട്ടോ, ഒരുപാട് ലൂസല്ല, ഒരു കുഴയ്ക്കുന്ന നമുക്ക് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലുള്ള ലൂസ്. ഇനി അടുത്തത് ഒരു ബാറ്ററും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിതവിടെ ഒരു 5 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് അളവിലുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നേരത്തെ ചെയ്തപ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്യുക, പഞ്ചസാര എല്ലാത്തിലേക്കും ലയിക്കുന്ന രൂപത്തിൽ. ഇതാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു പാത്രം. ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ളതാണ്. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒരു വിരുന്ന് പോകുമ്പോൾ കൊടുത്തേക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല കാഴ്ചയിലുണ്ടാവും ഇത്. കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ആ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ടെന്ന്. അതാണ് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ അതേപോലെ കുറച്ച് RKGയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞില്ല, ഈ ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അത് നമ്മൾ ഒറിജിനൽ കുറ്റിച്ചറക്കാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ്.
മുമ്പൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ അടുത്താണ് ഈ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഈ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി കുറച്ച് മേലെ ഈ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ കോഴിമുട്ടൻ്റെ മിക്സ് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, കട്ട ഉണ്ടാവും. അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് ഓരോ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാനിൽ ആദ്യം നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാവണം. അതിൽ നെയ്യ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുഴറ്റി കൊടുക്കുകയും വേണം കേട്ടോ, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ ഓരോ ഇതിൻ്റെ മേലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക നമ്മൾ ആ ഒരു കോഴിമുട്ടൻ്റെ മിക്സ്. പിന്നെ ചപ്പാത്തി ഈ ബാറ്ററിൽ മുക്കി വെക്കുക. അങ്ങനെ തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന പോലെ. എന്നിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു 2 ചപ്പാത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു നെയ്യിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ അതിലേക്ക് ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കുക. സ്പൂണ് വെച്ചിട്ടൊന്ന് ചുറ്റിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഓരോ ചപ്പാത്തിയിലും ചെയ്യേണ്ട കേട്ടോ. ഓരോ ചപ്പാത്തിയിലും ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലായിപ്പോവും. അപ്പോൾ ഈ 2 എണ്ണം 3 എണ്ണമൊക്കെ കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ കട്ടിയിലൊക്കെയാണ് 10, 12, 14 ഉള്ള ലെയറുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ 3 ലെയർ കഴിയുമ്പം ഈ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആവും കേട്ടോ. കുറ്റിച്ചിറയിലാണ് ഈ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ എന്താ പറയുക ഒതൻറ്റിക്കായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് കുറ്റിച്ചിറയിൽ. അവിടെ നിന്നാണ് ഈ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടായതും പിന്നെ ഒരുവിധം പലഹാരങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പടിഞ്ഞാറല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളൊക്കെ ഓരോന്ന് കേട്ടും കണ്ടും ആ അറിവിനനുസരിച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ലെയറുകളൊക്കെ വെച്ച് ലാസ്റ്റ് കോഴിമുട്ടൻ്റെ ബാറ്റർ കുറച്ച് ബാക്കിയുണ്ടാവും. അത് ലാസ്റ്റ് നമ്മൾ പിന്നെ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുക്കുക. എന്നാൽ ചട്ടകൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുള്ള കസ്കസ് അതൊന്ന് ചൂടാക്കിയതാണ്, അത് ഇതിലെൻ്റെ മേലെ പിന്നെ വിതറി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ആ ലെയറിൻ്റെ കൂടി നമുക്ക് ഓരോ ലെയർ വെക്കുമ്പോഴും ഈ ഒരു കസ്കസ് ഇതാക്കി കൊടുക്കുക കേട്ടോ, വിതറി കൊടുക്കുക. പക്ഷേ അതിന് ടേസ്റ്റിനൊന്നും വലിയൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേലെ ഭാഗം മാത്രം ഭംഗിക്ക് വെക്കുന്നത്. പിന്നെ നമ്മളെ ബാക്കിയുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ നെയ്യിൻ്റെ ആ ഒരു കുറച്ച് നെയ്യ് അതും അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ തീ ഒരുപാട് ഹൈ ആവരുത് കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒരു പ്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് അലൂമിനിയൻ്റെ. എന്നതിന് ശേഷമാണ് ഈ ഒരു പാൻ വെച്ചിട്ട് ചട്ടിപ്പത്തിരി ചുട്ടെടുക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മളിതാ ഈ ഒരു ചട്ടിപ്പത്തിരി ഈ ഒരു പാനിലേക്കാണ് മറിച്ചിട്ടിട്ട് ആ സൈഡ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ സൈഡ് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളൊരു സമയം ഇതാണ്, ചട്ടിപ്പത്തിരി നമ്മൾ കൊടുക്കുമല്ലോ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അത് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ അളവെടുക്കാൻ മറന്നുപോയി വാങ്ങാൻ പോയ സമയത്ത്, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. മിഠായി തെരുവ് ഒയാസിസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു ബോക്സുകളുണ്ടാവും. കേക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നവർക്ക് അവിടെ നിന്നാണ് വാങ്ങലും തോന്നുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞുതരേ.